അപ്പോൾ നമ്മളിപ്പോൾ എണീറ്റ് റെഡിയായി. ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് സ്കോട്ട്ലൻഡ് ട്രിപ്പാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഐലോസ്കൈ ഏരിയയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഭയങ്കര വെയിലാണ്, സമ്മർ ഇങ്ങനെ കത്ത് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഹീറ്റ് വേവ് ഒക്കെ നടക്കുന്ന കാരണം ഭയങ്കര ചൂടാണ്. ചൂടും നല്ല വെയിലും നല്ല ടാൻ അടിക്കുന്നുണ്ട്. നമ്മൾ സൺസ്ക്രീനൊക്കെ വാരി പൊത്തി ഇറങ്ങിയൊക്കെ. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ അടുത്ത സ്പോട്ട് പിടിക്കാൻ കഴിയും. നമ്മളിപ്പോൾ പോകുന്നത് ഇങ്ങോട്ടാണ്. യെസ്, കിൽറ്റ് വാട്ടർഫോൾസോട്ടാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ഇത് ഐലോസ്കൈയുടെ നമ്മളൊരു റൂട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അടുത്തടുത്തേക്ക് തന്നെ ആയിട്ടാണ് മിക്കതും. അപ്പം നമ്മൾ ഇങ്ങനെ അങ്ങോട്ടേക്ക് പോവാട്ടോ, കിൽറ്റ് റോക്സിലോട്ട് പോവാണ്. അതൊരു വാട്ടർഫോളാണ്. അപ്പം നമ്മൾ കിൽറ്റ് റോക്സ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കിൽറ്റ് റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർഫോൾസ്. ഈ ഒരു വാട്ടർഫോൾസ് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നേ. ആ ഒരു ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴുമ്പോൾ ഉള്ള ആ ഒരു കളറൊക്കെ നല്ല ബ്ലൂ കളറിലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അത്യാവശ്യം നല്ല ഹൈറ്റ് എന്നാണ് കേട്ടോ ആ ഒരു വെള്ളം ഇങ്ങനെ താഴത്തേക്ക് വീഴുന്നത്. ഈ ഒരു വാട്ടർഫോൾസ് ഐലോസ്കൈയിലെ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ് കേട്ടോ. നമുക്ക് ആ സ്ഥലത്തുനിന്ന് ഫോട്ടോ എടുക്കാനാണ്. ഇതൊരു വുഡൻ ബ്രിഡ്ജാണ്. നമുക്ക് ഈ ഒരു ബ്രിഡ്ജിൻ്റെ അറ്റത്ത് വരെ പോവാം. അവിടെ പോയി നിന്ന് നമുക്ക് താഴത്തുള്ള വാട്ടർഫോൾസ് കാണാനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരു കുഞ്ഞ് ബ്രിഡ്ജാട്ടോ അത്. അത്ര ഭയങ്കര അടിപൊളി ഒരു സംഭവമൊന്നുമല്ല, പക്ഷേ രസമുണ്ടായിരുന്നു അവിടെ നിന്ന് താഴത്തുള്ള വാട്ടർഫോൾസൊക്കെ കാണാനായിട്ട്. നമ്മൾ സമ്മറിൽ നല്ല ഹീറ്റ് വേവ് നടക്കുന്ന സമയത്താട്ടോ വന്നേക്കുന്നത്. അതുകൊണ്ട് നല്ല കരിയുന്ന പോലത്തെ വെയിലാണ്. നമ്മളിങ്ങനെ വെയിലത്ത് ഇങ്ങനെ നടക്കുന്ന കാരണം ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. കിടക്കിടക്ക് വിശന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കാരണം നമ്മൾ കാറിൽ കുറേ സ്നാക്സ് ഒക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മളിപ്പോൾ പോട്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കളർഫുൾ ഹൗസസ്, അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി. നമുക്കിങ്ങനെ പല കളറിലുള്ള വീടുകൾ, പിന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് വീടുകൾ. അപ്പം നമ്മൾ പോട്രിയുടെ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ആ ഒരു വ്യൂ പോയിന്റ് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇവിടെ നടന്ന് ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ പോട്രി എന്ന് പറയുന്ന അതൊരു ടൗൺ ആണ് കേട്ടോ, ഈ ഒരു ഐലോസ്കൈയിലെ ഏറ്റവും ലാർജസ്റ്റ് ടൗണാണ് പോട്രി. അപ്പോൾ നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പോട്രിയിലെ ഹാർബറിൽ കൂടിയാട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ മീനെ പിടിക്കാനായിട്ട് പോകുന്ന അങ്ങനെയൊക്കെ ഉള്ളൊരു ഏരിയ ആണ്.
നമ്മൾ ഈ ഒരു വഴിയിൽ കൂടെ നടന്നപ്പോൾ ഒരു ബബിൾ ടീയുടെ ഷോപ്പ് കണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴേക്കും ഇവിടെ ഭയങ്കര തിരക്കിയിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നപ്പോൾ തിരക്ക് കുറവുള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു ബബിൾ ടീയുടെ ഷോപ്പിൽ കയറി ബബിൾ ടീ പറഞ്ഞു കേട്ടോ. എനിക്ക് ഈ ബബിൾ ടീൻ്റെ അകത്ത് അവരിടുന്ന ബോബ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് എന്താ നമുക്ക് പല ഫ്ലേവർ ചൂസ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ മാംഗോവും പിന്നെ ചോക്ലേറ്റും കേട്ടോ നമ്മൾ ചൂസ് ചെയ്തത്. ബോബ ഷുഗറിന്റെ ഇല്ലല്ലോ, ഷുഗറും ചോദിച്ചില്ല. അപ്പം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഫെയറി പൂൾസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ. അവിടെ ഇങ്ങനെ കുറച്ച് ഹൈക്കിംഗ് ഒക്കെ ചെയ്യാനുണ്ട്, കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നമ്മളിതാ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്കോട്ട്ലൻഡിൽ എങ്ങോട്ട് പോയാലും ഉള്ള റൂട്ട് അടിപൊളിയാട്ടോ. കാരണം നല്ല ഭംഗി, ഓരോ വഴി കാണാനും എന്തൊരു ഭംഗിയാണ്. വെറുതെ ഇങ്ങനെ ചുമ്മാ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അടിപൊളിയാണ്. പിന്നെ എവിടെ നോക്കിയാലും ഭംഗിയാണ്. ഞാൻ പോയിട്ടുള്ളതിൽ വെച്ചിട്ട് ഇത്രയും സീനിക് ബ്യൂട്ടിയുള്ള ഒരു സ്ഥലം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം എങ്ങോട്ട് ഏത് ഡയറക്ഷനിൽ നോക്കിയാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മളുടെ ഫെയറി പൂൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നേക്കാട്ടോ. ഇവിടെ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് കുറേ നടക്കാറുണ്ടെന്ന് കണ്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ദേ നന്ദപ്പൂപ്പൂ. സമയം അപ്പൊ ഗൈസ് അല്ല ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ വെയിലത്തുള്ള നമ്മുടെ ട്രക്കിങ്ങിന് റെഡിയല്ലേ? എന്തൊരു ഉഷാറില്ലാത്തത്? റെഡിയല്ലേ? ഗൈസ് ഞാൻ റെഡിയാണ് കേട്ടോ. വെള്ളം സോ ബിഫോർ ട്രക്കിംഗ് ഞങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ പൊളിക്കും. ഫിനിഷ് ചെയ്യും. മലയുടെ അറ്റത്ത് വരാൻ പോയി നമ്മള് വെള്ളച്ചാട്ടം കണ്ട് പിക്ക് കൊടുത്ത് പൊളിച്ചു വരും. മൈൻഡല്ലേ? ആ മല ഒന്ന് കാണിച്ചു കൊടുക്കും പ്രേക്ഷകർക്ക്. ഇപ്പൊ കാണിക്കാം ഗൈസ്. ആ മലയാണ് നമ്മൾ കയറാൻ പോകുന്നത്. മലയല്ല, ഇങ്ങനെ എന്തോ ഒരു റൂട്ട്. ഇതിങ്ങനെ നടന്ന് അറ്റത്ത് my cat. Hello, നന്ദപ്പൂപ്പു. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നടന്ന് ഇങ്ങനെ പൊക്കത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് കുറേ കുഞ്ഞു വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ. നമുക്ക് ചില വാട്ടർഫാൾസിനകത്ത് നമുക്ക് അവിടെ ഇറങ്ങാനായിട്ടൊക്കെ പറ്റും. ചിലത് നമുക്കിങ്ങനെ കണ്ടൊക്കെ നിൽക്കാം. അങ്ങനെ പല ടൈപ്പുള്ള വാട്ടർഫാൾസ് നമുക്ക് ഈ ഒരു റൂട്ടിൽ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഹലോ ഗൈസ്, ക്ഷീണിച്ച് രക്ഷയില്ല. നമ്മൾ നടന്ന് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഓൾമോസ്റ്റ് അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയൊരു വാട്ടർഫാൾസ് കണ്ടപ്പോൾ നമ്മൾ അതിങ്ങനെ കണ്ടു നിൽക്കുമായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങോട്ടേക്ക് ഇറങ്ങൽ കുറച്ച് പണിയാണ്. കാരണം കുറച്ച് സ്റ്റീപ്പായിട്ടായിരുന്നു അങ്ങോട്ടേ ഇറങ്ങാനായിട്ടുള്ള റൂട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ അധികം റിസ്ക് എടുത്ത് ഇറങ്ങണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ പൊക്കത്തുനിന്ന് കാണുക കേട്ടോ അത്. അപ്പോൾ നമ്മളിപ്പോൾ നടന്ന് പൊക്കത്തെത്തിയപ്പോഴേക്കും
ഈ ഒരു വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ. ഇവിടെ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പയ്യെ ഈ ഒരു വാട്ടർഫോൾസിൽ ഇറങ്ങാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇങ്ങനെ നിൽക്കുക കേട്ടോ. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരുന്നു ഈ ഒരു വാട്ടർഫോൾസിൽ. അതുപോലെ നമുക്കിങ്ങനെ പ്രൈവറ്റ് ആയിട്ട് ഈ ഒരു ഏരിയ കിട്ടിയ പോലെ ആയിരുന്നു കേട്ടോ. ആരും ഇങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല ഈ ഒരു ഏരിയയിൽ. അപ്പം നമ്മൾ എന്തായാലും ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ട് കിട്ടിയിട്ട് നമുക്ക് വെള്ളത്തിലിറങ്ങാതിരിക്കുന്നത് ഭയങ്കര ഷോക്കാവുമല്ലോ, വിഷമാവും. പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്യും, അയ്യോ ഇറങ്ങിയില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം നമ്മൾ പയ്യെ വെള്ളത്തിലിറങ്ങാനായിട്ടുള്ളൊരു പരിപാടികളാണ്. ആദ്യം തന്നെ അർജുൻ ചാടി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വിനു ഇറങ്ങി, പിന്നെ നന്ദ ഇറങ്ങി, ഞാനും ഇറങ്ങി. കാരണം ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടായിരുന്നു. ഇവിടെ ഇറങ്ങിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമാവും പിന്നീട് ചിന്തിക്കുമ്പോൾ. അപ്പോൾ പിന്നെ എന്തായാലും ആ ഒരു റിഗ്രറ്റ് വേണ്ട. എന്തായാലും നമുക്ക് ഇവിടെ നാട്ടിലാണ് കൂടുതൽ ഇങ്ങനെ നമുക്ക് വെള്ളച്ചാട്ടത്തിൽ കളിക്കാനായിട്ടുള്ള ഓപ്ഷനൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെ വല്ലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടുള്ളൂ. അപ്പോൾ അതെന്തായാലും മിസ്സാക്കണ്ടെന്ന് ഓർത്തിട്ട് നമ്മൾ ഫൈനലി ഇറങ്ങിട്ടോ. സ്കോട്ട്ലാൻഡിലുണ്ടല്ലോ സമ്മർ ടൈമിൽ ഒരു കൈൻഡ് ഓഫ് ഒരു ഇൻസെക്റ്റ് ഉണ്ട്, ഒരു പ്രാണി പോലെ കുഞ്ഞിത് ഇങ്ങനെ കുഞ്ഞി ഈച്ച പോലെ ഇരിക്കും. അത് നമ്മളെ കടിക്കും, നിറച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്പ്രേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ ഇത് കടിക്കുന്നതിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. ഫൈനലി കഴിഞ്ഞു ഗൈസ്. ചത്ത് അയ്യോ കേൾക്കുന്നില്ലോ. അപ്പം നമ്മൾ നെക്സ്റ്റ് പോയത് ഏലിയൻ ഡോൺ എന്ന് പറഞ്ഞൊരു കാസലിലാട്ടോ നമ്മൾ നെക്സ്റ്റ് പോയത്. ഈ ഒരു കാസലിൽ വെച്ചിട്ട് കുറേ ഇന്ത്യൻ ഫിലിംസൊക്കെ എൻ്റെയൊക്കെ പാട്ടുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കണ്ടുകൊണ്ടേൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമിലെ പാട്ട്, അതുപോലെ കുച്ചു ചോത്തായെ, അങ്ങനെയുള്ള കുറേ ഫിലിംസിൻ്റെയൊക്കെ പാട്ടുകൾ ഈ ഒരു അതിൻ്റെ ഒരു ലൊക്കേഷനായിരുന്നു കേട്ടോ ഈ ഒരു കാസൽ. നമ്മൾ ഈ ഒരു കാസലിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും ഇതിൻ്റെ അകത്ത് കയറുന്ന ടൈം കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ഈ ഒരു കാസലിൻ്റെ ചുറ്റിനൊക്കെ ചുമ്മാ നടന്ന് കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ ഇന്നത്തെ ദിവസത്തെ സ്റ്റേയുടെ ലൊക്കേഷനിലോട്ട് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ലേറ്റ് ആവാണ്ട് ഇറങ്ങിയാലാണ് നമ്മളവിടെ എത്തുള്ളൂ. പക്ഷേ ഇതിനെല്ലാം ശേഷമാണ് ഒരു വലിയ ട്വിസ്റ്റ് നടന്നത്. നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തത് എയർബിഎൻബി ത്രൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എത്താനായിട്ട് ലേറ്റ് ആകുമെന്ന് ഹോസ്റ്റിൻ്റെ അടുത്ത് പറയാൻ വേണ്ടി നമ്മൾ വിളിച്ചപ്പോൾ ഹോസ്റ്റ് പറയുന്നത് നമ്മുടെ പേരിൽ അവിടെ ഒരു ബുക്കിംഗ് ഇല്ല എന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളപ്പോൾ തന്നെ നല്ല പാനിക്കായി. കാരണം ആ ഒരു രാത്രി നമ്മൾ വേറെ സ്റ്റേ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ഓർത്തിട്ട്. പിന്നെ നമ്മൾ എയർബിഎൻബിനെ കണക്ട് ചെയ്തപ്പോഴേക്ക് അവരുടെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ്. നമ്മൾ വേറെ സ്റ്റേ അവർ അറേഞ്ച് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ നോക്കുമ്പോൾ നമുക്ക് അടുത്തുള്ള സ്ഥലത്തൊന്നും വേറെ സ്റ്റേ ഒന്നും കാണുന്നില്ല. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 11:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ സ്റ്റേ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ കുറേ തപ്പി ഒരു സ്റ്റേ നമ്മൾ കണ്ടുപിടിച്ചു. അവരായിട്ട് മെയിൽ ത്രൂ ആയിരുന്നു ഫുൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, വിളിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഫുള്ളി പാനിക്കായി, കാരണം ഓൾറെഡി നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാട് പോലത്തെ സ്ഥലത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ റേഞ്ച് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആകെ പാനിക്കായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഒരു ഹോട്ടൽ കിട്ടി. നമ്മളിതാ ഇപ്പം അവിടെ എത്തിയേക്കാട്ടോ. എത്തിയപ്പോഴേക്കും നമ്മൾ ഫുള്ളി ടയർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഇന്നത്തെ ഫുൾ ഡേ നമുക്ക് റെസ്റ്റേ ഉണ്ടായിട്ടില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്താൽ മതി എന്നുള്ളൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഇതാണ് നമുക്ക് ലാസ്റ്റ് മിനിറ്റ് കിട്ടിയ നമ്മുടെ സ്റ്റേ. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 2 ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഇനി നാളെ ഡേ 3 ആണ്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.